മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് വെച്ച് ഞായറാഴ്ചയാണ് ദേശീയ സ്കൂൾ ഗെയിംസ് ഇനങ്ങൾ നടക്കാനിരിക്കുന്നത്. ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനിരുന്ന 20 താരങ്ങൾക്കാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ഇന്നുച്ചയ്ക്ക് 1:30 പുറപ്പെട്ട മംഗൾദീപ് എക്സ്പ്രസിലായിരുന്നു കുട്ടികൾ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. മാനേജ്മെന്റിന്റെ നിർദ്ദേശാനുസരണം പറഞ്ഞ സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നാൽ ടിക്കറ്റ് കൺഫേം ആയില്ലെന്നും ആരും തന്നെ ട്രെയിനിൽ കയറേണ്ടതില്ലെന്നുമാണ് ഇവർക്ക് ലഭിച്ച സന്ദേശം. പറഞ്ഞത് ഉണ്ടെന്നാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ടിക്കറ്റില്ല, 2 മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അടക്കം പങ്കെടുത്ത് ദേശീയ തലത്തിൽ യോഗ്യത നേടിയ കുട്ടികളോടുള്ള പെരുമാറ്റം കായിക വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കടുത്ത രാസ്തയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അത്രയും കഷ്ടപ്പെട്ട് വരുന്ന കുട്ടികൾക്കാണ് ഇത്രയും നല്ല അവസരങ്ങൾ അവർ കഴിവുകൊണ്ട് തേടിയെടുത്തിട്ടും തിരിച്ചവർക്ക് ഇങ്ങനെ പോകാൻ പറ്റാതെ വരുന്നതും ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ബന്ധപ്പെട്ട അധികൃതരെ പ്രശ്നം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ തങ്ങളുടെ ഫോൺ കോളുകളോട് പോലും പ്രതികരിക്കുവാൻ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ പറയുന്നേ ഉള്ളൂ, വെയിറ്റ് നോക്കാന്നൊക്കെ പറയത്തുള്ളൂ. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: കുട്ടികളെ ഫ്ലൈറ്റിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 21 കുട്ടികളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പോഴും ഇതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്. സാധാരണ ട്രെയിനിലാണ് പോകേണ്ടത്, നിയമമനുസരിച്ച് ട്രെയിനിലാണ് പോകേണ്ടത്. പക്ഷേ പെട്ടെന്ന് ട്രെയിനിൽ പോകാൻ വേണ്ടി പറ്റിയില്ല. നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. വിമാനയാത്രയ്ക്ക് ഒരു കുട്ടിക്ക് ആവശ്യമായ തുക 13,000 രൂപ. പകുതി തുക കുട്ടികൾ തന്നെ വഹിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ സാധാരണക്കാരായ തങ്ങൾക്ക് ഇത്രയും തുക താങ്ങാനാവില്ലെന്നും പിൻവാങ്ങുകയാണ് ഏക വഴിയെന്നും രക്ഷിതാക്കൾ. ഒളിമ്പിക്സ് മോഡലിൽ കായിക താരങ്ങളെ വാർത്തെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും കായിക വകുപ്പിന്റെയും കടുത്ത അനാസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സുജോ എഡ്വേർഡിനും ബിനു പാവമ്പയ്ക്കുമൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.